ഹലോ ഗൈസ്, സൈഡ് ലൈനേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ISL സീസണിലെ 4ാമത്തെ മത്സരമാണ് ഇപ്പോൾ കഴിഞ്ഞത്. 2ാമത്തെ അവേ മത്സരമായിരുന്നു. കലിംഗ സ്റ്റേഡിയത്തിൽ ഒഡീഷ FC-ക്കെതിരെ നടന്ന മത്സരത്തിൽ 2-2 ഡ്രോയാണ് റിസൾട്ടായിട്ട് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞത്. മത്സരത്തിൽ ആദ്യമേ 2 ഗോളിന്റെ ലീഡ് നേടി, പിന്നെ 2 ഗോൾ തിരിച്ചു വഴങ്ങി 1 പോയിന്റുമായി കലിംഗ സ്റ്റേഡിയത്തിൽ നിന്ന് തിരിച്ചു വണ്ടി കയറേണ്ട അവസ്ഥയാണ് ബ്ലാസ്റ്റേഴ്സിന്. സോ ആ മത്സരത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഇനി മത്സരത്തിന്റെ ലൈനപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ 4-3-3 ഫോർമേഷനിൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് മിക്കാൽ സ്റ്റാർ ടീമിനെ അണിനിരത്തിയിരുന്നത്. അതിലെടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ക്ലബ് ക്യാപ്റ്റനായ എഡ്രിയൻ ലോണ ഇപ്പോഴും സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം ഫുൾ ഫിറ്റ്നസ് റിക്കവർ ആകുന്നവരെ ബെഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും. 70ാമത്തെ മിനിറ്റിൽ ഒരു ലാസ്റ്റ് 20 മിനിറ്റ്സ് മാത്രമാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങി വന്നിരുന്നത്. സോ സ്റ്റാർട്ടിംഗ് ലെവലിൽ ലോണ ഉണ്ടായിരുന്നില്ല. ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എൻഡ് ടു എൻഡ് മാച്ച് തന്നെയായിരുന്നു. രണ്ട് ടീമുകളും നല്ല അറ്റാക്കിംഗ് ഇൻറ്റൻഷനോടെ തന്നെയാണ് ഈ മത്സരത്തെ സമീപിച്ചിരുന്നത്. നല്ല രീതിയിലുള്ള അറ്റാക്കിംഗ് മൂവ്മെന്റ്സ് രണ്ട് ടീമിന്റെ ഭാഗത്തു നിന്നും, എസ്പെഷ്യലി വിങ്സിൽ നിന്നും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. മത്സരത്തിൽ എടുത്തു പറയേണ്ട കാര്യം, 21ാമത്തെ മിനിറ്റ് ആകുമ്പോഴേക്കും 2 ഗോളിന്റെ ലീഡ് ബ്ലാസ്റ്റേഴ്സ് നേടിയിരുന്നു. ആദ്യത്തെ ഗോൾ വരുന്നത് 18ാമത്തെ മിനിറ്റിലാണ്. നോഹ സദോയിയാണ് ആ ഗോൾ സ്കോർ ചെയ്യുന്നത്. ജീസസ് ജിംനസ് വെച്ച് ബോക്സിനകത്ത് നിന്ന് ലെഫ്റ്റ് വിങ്ങിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു ബോൾ ബാറ്റിൽ നിന്ന് ഓടി വന്ന നോഹ സദോയുടെ ഫസ്റ്റ് ടൈം ഷോട്ടിലാണ് അമരീന്ദർ സിംഗ് ബീറ്റൺ ആവുന്നത്. ഒഡീഷ ഗോൾ കീപ്പർ അമരീന്ദർ സിംഗ് ബീറ്റൺ ആവുന്നത്. അങ്ങനെ 18ാമത്തെ മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ 21ാമത്തെ മിനിറ്റിൽ തന്നെ 2ാമത്തെ ഗോൾ വരുന്നുണ്ട്. അത് നേടുന്നത് ജീസസ് ജിംനസ് ആണ്. അതിന് അസിസ്റ്റ് വെക്കുന്നത് നോഹ സദോയിയാണ്. നോഹ സദോയി ലെഫ്റ്റ് വിങ്ങിൽ നിന്നും ബോക്സിലേക്ക് ബോളുമായി ചാർജ് ചെയ്ത് ബോക്സിലുള്ള ജീസസ് ജിംനസിന് പന്ത് എത്തിച്ചു കൊടുക്കുകയാണ്. ജീസസ് ജിംനസ് ഒരു 2 ടച്ച് എടുത്ത് ആ ബോൾ കൺട്രോൾ ആക്കിയതിന് ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത്. അഗെയിൻ അമരീന്ദർ സിംഗ് ബീറ്റൺ ആവുകയാണ്. അങ്ങനെ നോഹ സദോയി ജീസസ് ജിംനസ് കൂട്ടുകെട്ടിൽ 2 ഗോളിന്റെ ലീഡ് കളി തുടങ്ങി 21ാമത്തെ മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് നേടുന്നുണ്ട്. പിന്നീട് ഒരു 15 മിനിറ്റിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് ഒന്ന് ഡൗൺ ആവുന്നുണ്ട്. ഈ ഒരു നിമിഷങ്ങളിലാണ് ഒഡീഷ അവരുടെ 2 ഗോളുകളും തിരിച്ചടിക്കുന്നത്. 29ാമത്തെ മിനിറ്റിൽ അതൊരു കോർണറിൽ നിന്ന് വരുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു. അഹമ്മദ് ജാഹു ബോക്സിലേക്ക്, ഒരുപാട് പ്ലേയേഴ്സ് തങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. ഒരു കോർണറിന് ശേഷം വരുന്നൊരു മൂവ്മെന്റ് ആയിരുന്നു. സോ ഒരുപാട് പ്ലേയേഴ്സ് ബോക്സിലുണ്ടായിരുന്നു. അഹമ്മദ് ജാഹു ഒരു പന്ത് തൊടുത്തു വിടുകയാണ്. നേരെ ഗോൾ ലൈനിലേക്ക് തന്നെ വരുന്ന പന്തായിരുന്നു. സച്ചിൻ സുരേഷിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പന്ത് തന്നെയായിരുന്നു. പക്ഷേ സച്ചിൻ സുരേഷിന്റെ ആ സമയത്ത് ഡിഫൻസീവ് പൊസിഷൻ അദ്ദേഹം ചൂസ് ചെയ്ത് ഒരു ബെൻഡിങ് നീ പൊസിഷനിലേക്ക് അദ്ദേഹം ഓൾറെഡി കമ്മിറ്റ് ആവുകയായിരുന്നു. സോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് മുമ്പിൽ ആ പന്തൊന്ന് ബൗൺസ് ചെയ്ത് അദ്ദേഹത്തിന്റെ മേത്ത് തട്ടി നമ്മുടെ അലക്സാണ്ടർ കൊയ്ഫ്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ അലക്സാണ്ടർ കൊയ്ഫിന്റെ മേത്ത് തട്ടി ഗോൾ പോസ്റ്റിനകത്തേക്ക് കയറിയായിരുന്നു പന്ത്. അലക്സാണ്ടർ കൊയ്ഫ് ആ പന്ത് അടിച്ച് തെറിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഗോൾ വര ആ പന്ത് കടക്കുന്നുണ്ട്. അത് സൈഡ് ലൈൻ റെഫറി കറക്റ്റായിട്ട് കാണുകയും അദ്ദേഹം കൊടി പൊക്കുകയും ചെയ്തു. അങ്ങനെ 29ാമത്തെ മിനിറ്റിൽ ഒരു ഓൺ ഗോൾ നേടി ഒഡീഷ അവരുടെ ഫസ്റ്റ് ഗോൾ നേടുന്നുണ്ട്. സോ അതിനുശേഷം 36ാമത്തെ മിനിറ്റിൽ, കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് 36ാമത്തെ മിനിറ്റിലാണ് ഡിയോഗോ മൊറീഷ്യോ അവരുടെ 2ാമത്തെ ഗോൾ വരുന്നത്. അത് ബോക്സിന് പുറത്തു നിന്ന് റൈറ്റ് വിങ്ങിലുണ്ടായ ജെറിക്ക് ഒരു 1-2 പാസ് കളിച്ചാണ് മൊറീഷ്യോ ആ ഗോള് സ്കോർ ചെയ്യുന്നത്. ബോക്സിന് പുറത്തുനിന്ന് ജെറിക്ക് ആ പന്ത് വെച്ച് കൊടുത്തിട്ട് അദ്ദേഹം നേരെ ബോക്സിനകത്തേക്ക് ഓടി കയറുകയാണ്. അത് ജെറിയുടെ ക്രോസും കറക്റ്റായിട്ട് വന്നു. മൊറീഷ്യോ അത് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അതും ഒരു ഡിഫൻസീവ് ലാപ്സ് തന്നെയായിട്ട് പറയേണ്ടി വരും. കാരണം ഒന്നാമത്തെ കാര്യം, ജെറിയുടെ ഒരു ക്രോസ് ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ പ്ലേയേഴ്സിന് കഴിഞ്ഞില്ല. മറ്റൊന്നെന്ന് പറയുന്നത്, ഒരു 1-2 പാസ് കളിക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഓടിക്കയറുന്ന ഡിയോഗോ മൊറീഷ്യോനെയായിരിക്കും ടാർഗറ്റ് മാൻ എന്ന് എല്ലാ ഡിഫൻഡേഴ്സിനും ഊഹിക്കാവുന്നതാണ്. സോ അദ്ദേഹത്തെയും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ ആ സമയത്ത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന് കഴിഞ്ഞില്ല. സോ അങ്ങനെ ആ ഒരു ഗോളോടുകൂടി നേരത്തെ 21ാമത്തെ മിനിറ്റിൽ 2 ഗോളിന്റെ ലീഡ് ഉണ്ടായ ബ്ലാസ്റ്റേഴ്സിന്റെ ആ ലീഡ് 36ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും നിർവീര്യമായി. പിന്നെ അതിനുശേഷം ഫസ്റ്റ് ഹാഫ് അവസാനിക്കാറാകുമ്പോൾ തന്നെ മൊർത്താഡ ഫാളിന് മറ്റൊരു നല്ല അവസരം കിട്ടുന്നുണ്ട്, ഒരു ഹെഡർ അവസരം. പക്ഷെ അത് സച്ചിൻ സുരേഷ് വളരെ ഗംഭീരമായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് 2-2 എന്ന് പറഞ്ഞ സ്കോർ ലൈൻ അവസാനിക്കുകയാണ്. ഇതിപ്പോൾ അടുപ്പിച്ച രണ്ടാമത്തെ മത്സരത്തിലാണ്. കഴിഞ്ഞ മത്സരം നോർത്ത് ഈസ്റ്റിനെതിരെ മത്സരത്തിലും സച്ചിൻ സുരേഷിന്റെ ഭാഗത്തു നിന്ന് ഇതേപോലെ ഒരു ഗോൾ കീപ്പിംഗ് എററിലൂടെ ഗോള് വന്നിരുന്നു. സോ 29ാമത്തെ മിനിറ്റിൽ നേടിയ ഫസ്റ്റ് ഓൺ ഗോൾ സച്ചിൻ സുരേഷിന്റെ ചെറിയൊരു എറർ ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടി വരും. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 2-2 എന്നുള്ള സ്കോർ ലൈനിൽ മത്സരം നിൽക്കുകയാണ്. ഇനി സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചാൻസസിന്റെ ചാകരയായിരുന്നു ഒഡീഷയ്ക്കും ബ്ലാസ്റ്റേഴ്സിനും.
നല്ല രീതിയിൽ ചാൻസസ് രണ്ട് ടീമും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയായിരുന്നു. പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നിയത് ഒഡീഷയ്ക്കാണ് കുറച്ചും കൂടി നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി ആകുമ്പോൾ അടുപ്പിച്ചൊരു 5 മിനിറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ബിഗ് ചാൻസസ് ഒഡീഷ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗ്യത്തിന് ഒന്നും അവർക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ പകരക്കാരനായിട്ട് ഇറങ്ങിയ റോയ് കൃഷ്ണയും നല്ല കിടിലൻ 2-3 അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അതും കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നോസ് അദോയുടെ ഭാഗത്തു നിന്നും ഒരുപാട് ക്രോസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒന്നും മുതലാക്കാൻ ബ്ലാസ്റ്റേഴ്സ് പ്ലെയേഴ്സിന് കഴിഞ്ഞില്ല. ലൂൺ 70ാമത്തെ മിനിറ്റിൽ വരുന്നെങ്കിലും വലിയൊരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഈ മാച്ചിലും ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആൻഡ് ഇങ്ങനെ മത്സരം രണ്ട് ടീമും ഗോൾ അടിക്കാതെ ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്ന അവസരത്തിലാണ് 89 അല്ലെങ്കിൽ 90 മിനിറ്റോട് അടുക്കുമ്പോൾ ഒരു മേജർ ഇൻസിഡന്റ് നടക്കുന്ന മത്സരത്തിൽ ISL റഫറിമാർ മത്സരങ്ങളിൽ വില്ലന്മാരാകുന്ന കഥ ISL തുടങ്ങിയ കാലം തുടങ്ങി നമ്മൾ കാണുന്നതാണ്. അതിന്റെ മറ്റൊരു എപ്പിസോഡ് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഗെയിമിന്റെ അവസാന നിമിഷങ്ങളിൽ പെനാൽറ്റി ബോക്സിനകത്ത് വെച്ച് നോസ് അദോയെ ഒരു ഒഡീഷ പ്ലെയർ ഫൗൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം വീഴുന്നുണ്ട്, പെനാൽറ്റിക്ക് വേണ്ടി അപ്പീലും ചെയ്യുന്നുണ്ട്. പക്ഷേ റഫറിക്ക് അദ്ദേഹം അതൊരു ഫൗളല്ല, അതൊരു പെനാൽറ്റി അല്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അതിനുശേഷം റീപ്ലേ ഒക്കെ വന്നു, അതിലൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്, കറക്റ്റായിട്ട് കോൺടാക്ട് വരുന്നുണ്ട്. കാരണം ആ ഒരു കോൺടാക്ട് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു അൺവാണ്ടഡ് ഡൈവ് നടത്തേണ്ട ആവശ്യം നോസ് അദോയ്ക്ക് വരുന്നില്ല. കാരണം ആ ഒരു മൂവ്മെന്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഗോൾ സ്കോറിംഗ് സ്പേസിലേക്കാണ് വിത്ത് ബോൾ നോസ് അദോയ് കയറി ചെല്ലേണ്ടത്. സോ അദ്ദേഹത്തിന്റെ ഡൈവും ജെന്യുവൻ ആയിരുന്നു, ആ ഒരു ഫൗളും ജെന്യുവൻ ആയിരുന്നു. പക്ഷെ റഫറിയുടെ ഡിസിഷൻ മാത്രം അറിയില്ല. അദ്ദേഹത്തിന്റെ ഡിസിഷൻ വളരെ പെക്യുലർ ആയിട്ട് തോന്നി. അദ്ദേഹത്തിന് അത് ഫൗളല്ല, അദ്ദേഹത്തിന് പെനാൽറ്റി അല്ലെന്ന് തോന്നി. പക്ഷെ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന് അവസരം കിട്ടിയിരുന്നു. പകരക്കാരനായിട്ട് ഇറങ്ങിയ പെപ്രയ്ക്ക് നോസ് അതൊരു നല്ലൊരു ക്രോസ് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെപ്രയുടെ കണക്ഷൻ കറക്റ്റ് ആയില്ല. സോ അങ്ങനെ രണ്ട് ടീമുകളും അവസാന നിമിഷം വരെ അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ രണ്ട് ടീമിനും സെക്കൻഡ് ഹാഫിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ മത്സരം 2-2 എന്നുള്ള സ്കോർ ലൈനിൽ അവസാനിച്ചു. റഫറി ഡിസിഷന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇതേപോലെ മറ്റൊരു പെനാൽറ്റി അപ്പീലും കൂടി ഈ മത്സരത്തിൽ നടന്നിരുന്നു. റഹീം അലി, ഒഡീഷ പ്ലെയറിനെ സെക്കൻഡ് ഹാഫിൽ ഡാനിഷ് ഫറൂഖ് ചലഞ്ച് ചെയ്യുന്നൊരു ഇൻസിഡന്റ് നടന്നിരുന്നു. കൈകൊണ്ട് പ്ലെയറെ അറ്റാക്കിങ്ങിന്റെ സമയത്ത് തടഞ്ഞു നിർത്തി എന്നുള്ളൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പക്ഷേ റഫറി അത് ഫൗളും വിളിച്ചില്ല. അത് പെനാൽറ്റി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ബോക്സിന് തൊട്ട് പുറത്ത് വെച്ചാണ് ഫസ്റ്റ് ടച്ച് വരുന്നത്, ഫസ്റ്റ് ഡിഫെൻഡിങ് ഹോൾഡ് വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. സോ അതൊരു പെനാൽറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ അതൊരു ഫൗളായിട്ട് തോന്നിയിരുന്നു. പക്ഷെ റഫറി അതൊന്നും ഫൗൾ വിളിച്ചില്ല. സോ ആ ഒരു ഇൻസിഡന്റ് കൂടി എടുത്തു പറയേണ്ടതുണ്ടായിരുന്നു. ഇനി ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കുറച്ച് എടുത്തു പറയേണ്ട പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മത്സരങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ മത്സരത്തിൽ കുറച്ചും കൂടി അറ്റാക്കിംഗ് മൂവ്മെന്റ്സ്, അതായത് ക്രോസസും കോർണേഴ്സും എല്ലാം കൂടുതൽ ബ്ലാസ്റ്റേഴ്സിന് വിൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. 20-ൽ പരം ക്രോസസ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ 13 സംതിങ് നോസ് അദോയ് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരുന്നത്. 2 റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും മാറി കളിച്ച് നോസ് അദോയ് തന്നെയാണ് 13 ക്രോസസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 9 കോർണേഴ്സ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിരുന്നു. ഇത്രയും അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും കൺവേർഷൻ റേറ്റ്, അതായത് ഗോൾ സ്കോറിംഗ് 2 ഗോള് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞത്. അതൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കൺവേർഷൻ റേറ്റ് ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഫ്രണ്ട് ലൈൻ കുറച്ചും കൂടി കൂട്ടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ എടുത്തു പറയേണ്ടത് നോസ് അദോയുടെ കാര്യം തന്നെയാണ്. പ്ലെയർ ഓഫ് ദ മാച്ച് നോസ് അദോയ് തന്നെയായിരുന്നു. നോസ് അദോയ് തന്നെയാണ് നമ്മുടെ അറ്റാക്കിങ്ങിന്റെ ഒരു ഫോക്കൽ പോയിന്റ്. റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും മാറി മാറി കളിച്ച് അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. വിങ്സിൽ കൂടെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അവസരങ്ങൾ ഉണ്ടായിരുന്നത്. മിഡിൽ ലൈനിൽ കൂടെ ഒരു ക്രിയേറ്റീവ് ഗെയിം കളിച്ച് ചാൻസസ് ഉണ്ടാക്കുന്നത് ഇന്നത്തെ മത്സരത്തിന് എനിക്ക് കാണാൻ സാധിച്ചില്ല. സോ ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും മാറി മാറി കളിക്കുന്ന നോസ് അദോയ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിന്റെ തുറപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മേജർ ഘടകം എന്ന് തന്നെ പറയേണ്ടി വരും. ജീസസ് ജിംനസ് ഇന്ന് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് നോസ് അദോയ്ക്ക് കൊടുത്തിരുന്നു. ഈ ഒരു കോംബോ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നോസ് അദോയ് ജീസസ് ജിംനസ് കോംബോ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് പ്രോസ്പെക്റ്റിൽ വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മറ്റു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനിയിപ്പോൾ ലൂണ ഫുൾ ഫിറ്റ്നസ് നേടി തിരിച്ചു വരുമ്പോൾ ഈ ഒരു ടാറ്റിക്സിന് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ മിഡിൽ കൂടെ കുറച്ചും കൂടി ക്രിയേറ്റീവ് ഫുട്ബോൾ കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞെന്ന് വരാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മിസ് പാസസിന്റെ കാര്യമാണ്. മിഡ്ഫീൽഡിൽ ഡാനിഷ് ഫറൂഖ്, വിപിൻ മോഹനൻ അങ്ങനെയുള്ള പ്ലേയേഴ്സ് എസ്പെഷ്യലി ഡാനിഷ് ഫറൂഖിന്റെ കാര്യമാണ് പറയാനുള്ളത്. മിസ് പാസസ് അത് കുറച്ചേ തീരുള്ളൂ. പിന്നെ ഇന്റർസെപ്ഷൻസും റിക്കവറീസും ഇന്ന് അത്യാവശ്യം കൂടുതലായിട്ട് ഡിഫൻസിനും മിഡ്ഫീൽഡിനും നടത്താൻ കഴിഞ്ഞു. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ. അതേപോലെ പിന്നെ ഇന്ന് ശരിക്കും ഒരു പോയിന്റുമായിട്ട് കലിംഗയിൽ നിന്ന് വരേണ്ട ടീമായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സ്. ശരിക്കും 3 പോയിന്റ്, 2 ഗോളിന്റെ ലീഡ് 21ാമത്തെ മിനിറ്റിൽ അവരുടെ സ്റ്റേഡിയത്തിൽ ചെന്ന് നേടിയെടുത്തിട്ട് പിന്നെ 15 മിനിറ്റിൽ ഈ 2 ഗോളും തിരിച്ചു വാങ്ങി എന്ന് പറയുന്നത് വളരെ ഒരു ഡിഫെൻസീവ് ഫെയിലിയർ തന്നെയാണ്.
പറയുമ്പോൾ ഒരു പോയിന്റ് നന്നായിട്ട് കളിച്ചു എന്ന് പറയുന്നില്ലല്ലോ, എത്ര പോയിന്റ് വിജയിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ ആ ഒരു ഡിഫെൻസീവ് ലാപ്സിൻ്റെ ഞാൻ പറഞ്ഞ ഒരു 15 മിനിറ്റിലാണ് 2 ഗോളും തിരിച്ചടിക്കുന്നത്. സോ ആ ഒരു ഡിഫെൻസീവ് പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് ബാക്ക് ലൈനിൽ കണ്ടെത്തേണ്ടതുണ്ട്. സോ ഇപ്പോൾ ഈ സീസൺ തുടങ്ങിയ 4 മത്സരങ്ങളിൽ നിന്ന് 2 ഡ്രോയും 1 തോൽവിയും 1 ജയവും നേടി 5 പോയിന്റുമായിട്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ മത്സരത്തിന് ശേഷം പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്ത് എത്തിയിരുന്നു. പക്ഷേ മറ്റുള്ള ടീംസിന് മത്സരങ്ങൾ കളിക്കാനുണ്ട്. സോ എന്തായാലും താഴേക്ക് പോകാൻ തന്നെയാണ് ചാൻസ്. സോ ഈ ഒരു മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ ബ്ലാസ്റ്റേഴ്സിന് ഇനി ഇമ്പ്രൂവ് ആവേണ്ട പൊസിഷൻസ് അല്ലെങ്കിൽ പ്ലേയിങ് പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.